10 എന്ന് പറയുന്നത് കർത്താവിന്റെ വചനപ്രകാരം ന്യൂമെറിക്കലി അതിന് വളരെ പ്രത്യേകതയുള്ള ഒരു നമ്പറാണ്. Numerically, the number 10 is something very special and meaningful according to God. അത് കർത്താവിന്റെ പെർഫെക്റ്റ്നെസ്സിനെ കാണിക്കുകയാണ്, കർത്താവിന്റെ അതോറിറ്റിയെ കാണിക്കുന്ന നമ്പറാണ് 10. It shows perfectness of God as well as the authority of God. അതിന് മറ്റൊരു അർത്ഥം കൂടെയുണ്ട്, അതിന് ഈ ദൈവത്തിന്റെ കൈ എന്ന ഒരു അർത്ഥം കൂടെയുണ്ട്. Another meaning for the word 10 represents the hand of the Lord. ദൈവത്തിന്റെ കരം ഒരാളെ നടത്താൻ തുടങ്ങിയാൽ അത് വളരെ വ്യത്യസ്തമായിരിക്കും, വളരെ വിചിത്രമായിരിക്കും. When the Lord leads you by his hand, that leading is going to be so peculiar yet very unique. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ തന്നെ 10 പ്രാവശ്യം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്നുള്ള പദം കൊടുത്തിരിക്കുന്നു. In the very first book of the Bible, the beginnings, Genesis chapter 1 accounts 10 times the word let it be, let it be, let it be. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതുവരെ അങ്ങനെ ഒന്നില്ല. The word let it be says that so far nothing like that had ever existed. അത് നിങ്ങൾക്ക് ആവശ്യമാണ്. However, that very thing you need of. അന്തരീക്ഷത്തിൽ ഇതുവരെ അതില്ല. In that environment it was not available. പക്ഷേ ദൈവത്തിന് മനസ്സിലായി, നിനക്ക് മനസ്സിലായി, അങ്ങനെ ഒരെണ്ണം ആവശ്യമുണ്ട്. But you and God both know that you need that thing. അവിടെയാണ് ദൈവം പറയുന്നത് ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. Right there God announces let it be. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകാതിരിക്കാനുള്ള സകല പരിപാടിയും അതിനെ തടയാനും പിശാച് നോക്കും. പക്ഷെ പറഞ്ഞത് ദൈവമായതുകൊണ്ട് അത് ഉണ്ടാകുക തന്നെ ചെയ്യും. When the word let it be goes forth, the throes of hell will try to put an obstacle for in its path, but because the one who said it is God, he is going to make it happen. ഇല്ലാത്ത ചിലതിനെ നിനക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നു. Not there yet, God is getting ready to prepare those very things for you. അങ്ങനെ തന്നെ ഞാൻ കാണുന്നു. I see it just like that. നിന്റെ തലമുറയ്ക്ക് ആവശ്യമായത്, What's necessary for your generation, നിന്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായത്, what's necessary for your ministry, നിന്റെ പ്രൊഫഷൻ ആവശ്യമായത്, what's necessary for your profession, നിന്റെ ഭവനത്തിന് ആവശ്യമായത്, what's necessary for your house, നിന്റെ നല്ല ഫ്യൂച്ചറിന് ആവശ്യമായത്, what's necessary for your glorious future. അതിനെ എത്രത്തോളം പിടിച്ചു വെക്കാൻ പിശാച് നോക്കിയോ ഇത് റിലീസ് ആകുന്ന. However terribly the devil tries to keep it away from you, it is being released today.